ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ് ബാലമാഷിന്റെ പേരിലേക്ക് തിരിച്ച് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്ത ശേഷം അവര് രജിസ്റ്റർ ഓഫീസിൽ നിന്നും എല്ലാവരും തിരിച്ചു പോവുകയാണ്. അങ്ങനെ ചാരുവും ആകാശും ബൈക്കിൽ പോകുന്ന സമയത്ത് ചാരു നല്ല ആലോചനയിലാണ്. അപ്പോൾ ബൈക്കിലെ കണ്ണാടി വഴി ആകാശ് ഇതെല്ലാം കാണുന്നുണ്ട്. എന്തായിരിക്കും കാക്കോത്തി ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആകാശം പോകുന്നത്. അങ്ങനെ ആകാശ് വഴിയിൽ വെച്ച് ബൈക്ക് നിർത്തുകയാണ്. എന്നിട്ട് കോത്തി, നീ ഇവിടെ ഇറങ്ങ്, എന്താണ് നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ കുറേ നേരമായി നിന്നെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ചാരു പറയണം, അക്കുചേട്ടാ, അരവിന്ദേട്ടൻ ബാലമാമയുടെ പേരിലേക്ക് തന്നെ സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കേണ്ടിയിരുന്നില്ല. അതെന്താ ചാരു നീ അങ്ങനെ പറഞ്ഞത്? അരവിന്ദന്റെ പേരിലേക്ക് അച്ഛനാണല്ലോ ആ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തത്. അത് അച്ഛന്റെ സ്വത്താണല്ലോ. അരവിന്ദ് ആ സ്വത്തുക്കളൊക്കെ അച്ഛന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് വാങ്ങിയത് എന്ന് നിനക്ക് കൂടി അറിയാവുന്നതല്ലേ. എന്നിട്ട് ആ സ്വത്ത് തിരിച്ചു ചോദിച്ച സമയത്ത് എന്തായിരുന്നു അരവിന്ദന്റെ പ്രതികരണം? പിന്നെ ആ സ്വത്തുക്കൾ ഉള്ളത് കൊണ്ട് അരവിന്ദ് എന്തൊക്കെയാണ് കാണിച്ചത് എന്നൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അച്ഛന്റെ സ്വത്തുക്കൾ അച്ഛന് തന്നെ തിരിച്ചെഴുതി കൊടുത്തതിൽ എന്ത് തെറ്റാണുള്ളത്? അരവിന്ദിനിപ്പോ ശ്രേയുമായിട്ടുള്ള വിവാഹം നടത്തണം, അതിന് ഒരു തടസ്സവും പാടില്ല. അപ്പോൾ അച്ഛനാണെങ്കിലോ ഈ സന്ദർഭം ഉപയോഗിച്ച് അരവിന്ദന്റെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ തിരിച്ചു വാങ്ങിയതിൽ ഒരു തെറ്റുമില്ല. അക്കുച്ചേട്ടൻ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ ശ്രേയ ആ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ആ വീട്ടിൽ എന്താണ് ഉണ്ടാവുക എന്ന് അക്കുച്ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ബാലമാമ ആഗ്രഹിക്കുന്നത് പോലെ ആ വീട് ഇനി ഒരിക്കലും ഒത്തൊരുമയോട് കൂടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വീട് ശ്രേയ വന്ന് കയറിയാൽ പിന്നെ ഉണ്ടാവില്ല. ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ച് അക്കുചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? അരവിന്ദേട്ടന്റെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ എഴുതി വാങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, സ്വത്തുക്കൾ പോയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രേയയും അരവിന്ദേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനിയിപ്പോൾ ബാലമാമ അരവിന്ദേട്ടന് ഒരു വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ശ്രേയ മോശപ്പെട്ടവളാണെന്ന് അറിഞ്ഞാൽ കൂടി ഈ കല്യാണം നടത്താനാണ് ബാലമാമ ശ്രമിക്കുക. ബാലമാമ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ പിന്നെ അത് പാലിക്കാൻ മാത്രമാണ് ബാലമാമ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ, ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാക്കോത്തി? അവര് തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത് ഈശ്വരൻ തീരുമാനിച്ചതാണ്, ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചാരു മനസ്സിൽ ചിന്തിക്കാണ്, ഇല്ല അക്കുചേട്ട, ശ്രേയയുടെയും അരവിന്ദേട്ടന്റെയും വിവാഹം ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, എന്താ കാക്കോത്തി നീ ആലോചിക്കുന്നത്? എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചാരു പറയണേ, ഇല്ല അക്കുചേട്ടൻ വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് അമൃതയെ ഒന്ന് കാണണം. അമൃതയോ? എന്തിനാ ഇപ്പോൾ അമൃതയെ കാണുന്നത്? അവൾക്ക് തീരെ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് കേട്ടു, അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നോളാം. നീ ബൈക്കിൽ കയറ്, ഞാൻ തന്നെ അമൃതയുടെ വീട്ടിലാക്കി തരാം. അത് വേണ്ട അക്കുചേട്ടാ, ഞാൻ തനിച്ച് പോയിക്കോളാം, അക്കുചേട്ടൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് വന്നോളാം എന്ന് പറഞ്ഞ് ആകാശിനെ ചാരു അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഈ സമയം ഹേമയും അരവിന്ദനും ശ്രേയയുടെ വീട്ടിലെത്താണ്. അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ്, എന്തിനാ അമ്മ ഇപ്പോൾ ശ്രേയയുടെ വീട്ടിലേക്ക് വന്നത്? അതൊക്കെ ഉണ്ട്, ഇനി എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ശ്രേയയുടെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ശ്രേയയുടെ അമ്മയും അവിടെ ഉണ്ട്. എന്നിട്ട് ശ്രേയയുടെ അമ്മ അവരെ നല്ല സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ശ്രേയയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രേയ താഴേക്ക് ജാടയോട് കൂടി ഇറങ്ങി വരികയാണ്. ആൻറ്റി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്നേഹം അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹേമ പറയണേ, ശ്രേയ നീ ഓഫീസിലേക്ക് പോവാൻ ഒരുങ്ങിയതല്ലേ, ഞങ്ങൾ വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോളാം. ഞങ്ങളിപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നറിയോ? ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വരികയാണ്. അതെന്താ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാൻ? നിങ്ങൾ വല്ല സ്ഥലവും വാങ്ങിയോ? അത് നിങ്ങളുടെ പേരിലേക്ക് എഴുതാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഹേമ പറയാം, അതിനല്ല, അരവിന്ദൻ്റെ പേരിലുണ്ടായിരുന്ന മാഷ് എഴുതി കൊടുത്ത എല്ലാ സ്വത്തുക്കളും തിരിച്ച് മാഷിൻ്റെ പേരിലേക്ക് തന്നെ എഴുതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞതോടുകൂടി ശ്രേയയും ശ്രേയയുടെ അമ്മയും അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ ആൻറ്റി ഈ പറയുന്നത്? അപ്പോൾ ഹേമ പറയണ, അതെ, നിൻ്റെയും അരവിന്ദൻ്റെയും കല്യാണം നടത്താൻ വേണ്ടി, ആ കല്യാണം നടത്തി തരണമെങ്കിൽ അവൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും മാഷിന് തന്നെ തിരിച്ചെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു കണ്ടീഷൻ ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ശ്രേയ പറയണേ, എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് സ്വത്തൊക്കെ തിരിച്ചെഴുതി കൊടുക്കാൻ വേണ്ടി നിന്നത്? അത് ശരിയായ തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അരവിന്ദ് പറയണ, അത് ശരിയായ തീരുമാനം തന്നെയാണ്. എനിക്ക് സ്വത്തിനേക്കാളും ഏറ്റവും വലുത് എനിക്ക് ശ്രേയയുടെ പഠിപ്പും പദവിയും ഒക്കെയാണ്. അതുകൊണ്ട് ശ്രേയ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആ നിമിഷം അത് മതി എനിക്ക്. അതിനേക്കാളും വലിയ ഒരു സ്വത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് കേട്ടതോടുകൂടി സ്വത്തിനേക്കാളും വലുത് എനിക്ക് അതാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രേയയും ശ്രേയയുടെ അമ്മയൊന്ന് പരസ്പരം നോക്കുകയാണ്. ഈ സമയം ചാരു ശ്രേയയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരും. ഈ സമയം ശ്രേയയും ഹേമയും അരവിന്ദനും ശ്രേയയുടെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രേയ പറയണേ, കണ്ണും പൂട്ടി ആ
ആരെയും വിശ്വസിക്കരുതായിരുന്നു. എന്തിനാണിപ്പോൾ പെട്ടെന്ന് സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഹേമ പറയണ, നീ എന്തർത്ഥത്തിലാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ശ്രേയ. പക്ഷേ ഒരിക്കലും എൻ്റെ മോനെ അക്കൂട്ടത്തിൽ പെടുത്തണ്ട. എൻ്റെ മോനും നിന്നെപ്പോലെ ശുദ്ധ മനസ്സാണ്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഉറപ്പായും നിങ്ങളുടെ കല്യാണം നടന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആകാശിനെയും ചാരുവിനെയും ആൻറ്റി മറന്നിട്ടാണ് സംസാരിക്കുന്നത്. അവർ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ട്. അവർ ഈ കല്യാണം തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ അവർ രണ്ടുപേരും വിചാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഈ കല്യാണം നടന്നിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ചാരു വരുന്നത്. എന്നിട്ട് ചാരു കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ ശ്രേയയുടെ അമ്മയാണ് കതക് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ചാരു പറയണേ, എനിക്ക് ഒരു 5 മിനിറ്റ് മാത്രം മതി, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ ശ്രേയയുടെ അമ്മ ചാരുവിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അഹങ്കാരത്തോടു കൂടി കാലുമക്കാലും കയറ്റി അവിടെ ഇരിക്കുകയാണ്. ചാരുവിനോട് ഇരിക്കാൻ പോലും പറയുന്നില്ല. എന്നിട്ട് എന്തിനാണാവോ നീ ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നത്? ഞാൻ വന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ അമ്മേ. എൻ്റെയും അക്കുച്ചേട്ടൻ്റെയും വിവാഹം നടന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാനോ അക്കുച്ചേട്ടനോ അറിഞ്ഞുകൊണ്ടല്ല ഈ വിവാഹം നടന്നത്. എങ്ങനെ എന്ത് സാഹചര്യത്തിലാണ് ഈ വിവാഹം നടന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും നല്ലതുപോലെ അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഇതിൽ തെറ്റുകാരല്ല. എന്നിട്ട് പോലും അക്കുച്ചേട്ടനെ ശ്രേയ എന്തുമാത്രം അധികം ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോരാഞ്ഞിട്ടും ഇപ്പോൾ ശ്രേയ എടുത്ത തീരുമാനം ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. അക്കുച്ചേട്ടനെ സ്നേഹിച്ച ശ്രേയ അരവിന്ദേട്ടനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് വന്ന ആരും അവിടെ മനസമാധാനത്തോടു കൂടി ജീവിക്കില്ല. എന്തുമാത്രം അധികം ബുദ്ധിമുട്ട് അക്കുച്ചേട്ടനും ശ്രേയക്കും അരവിന്ദേട്ടനും എല്ലാം ഉണ്ടാവും. എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ശ്രേയയെ ഈ വിവാഹത്തിന് നിങ്ങൾ സമ്മതിപ്പിക്കുന്നത്? നിങ്ങൾ ജീവിതാനുഭവം ഉള്ളവരല്ലേ. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ എന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? ഈ വിവാഹം നടന്നാൽ ശ്രേയക്കോ അക്കുച്ചേട്ടനോ അരവിന്ദേട്ടനോ ആ വീട്ടിലുള്ള ആർക്കു തന്നെയും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. പിന്നെ എന്നോട് അതിനെക്കുറിച്ച് ശ്രേയ പറയുകയും ചെയ്തതാണ്. ഈ വിവാഹം കൊണ്ട് ശ്രേയ സമാധാനത്തോടു കൂടി ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അക്കുച്ചേട്ടനെയും എന്നെയും ഉപദ്രവിക്കണം, ഞങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടേക്ക് വരുന്നത്. ആ വീട് നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടേക്ക് വരുന്നത് എന്നൊക്കെ എന്നെ കണ്ട് വെല്ലുവിളി നടത്തിയതാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ ചാരു ചോദിക്കുമ്പോൾ ശ്രേയയുടെ അമ്മ പരിഹാസത്തോടു കൂടിയാണ് അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. എന്നിട്ട് പുച്ഛഭാവത്തോടു കൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ചാരു ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നത് ഒളിഞ്ഞു നിൽക്കുന്ന ഹേമയാണ്. ഹേമയും അരവിന്ദും ശ്രേയയും ചാരുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, ഇതിനുള്ള മറുപടി ഞാൻ പറയാമെടി എന്നും പറഞ്ഞിട്ടാണ് ഹേമ വരുന്നത്. നീ എന്ത് കരുതിയേടി? ഇവിടെ വന്ന് എൻ്റെ മകനെക്കുറിച്ചും ശ്രേയയെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ? നീ എന്ത് ധൈര്യത്തിലാടി എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി, എൻ്റെ മോൻക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു ജീവിതം തകർക്കാൻ വേണ്ടി നീ ഇവിടേക്ക് വന്ന് കയറിയത്? ശ്രേയ പറയണേ, നീ ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ വിവാഹം നടക്കില്ല എന്നാണോ നീ കരുതിയത്? എങ്കിൽ തെറ്റി. എൻ്റെ അമ്മ എന്നോടൊപ്പമാണ് നിൽക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് എൻ്റെ അമ്മ എന്നോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ശ്രേയയുടെ അമ്മ പറയണേ, നീ പറയുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് നീ കരുതിയോ? എൻ്റെ മോളുടെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. എൻ്റെ മോൾ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും. എൻ്റെ മോൾ കരഞ്ഞാൽ ഞാനും കരയും. എൻ്റെ മോൾ ചിരിച്ചാൽ ഞാനും ചിരിക്കും. എൻ്റെ മോളുടെ മനസ്സ് നോവുന്ന ഒരു കാര്യത്തിനും ഞാനും നിൽക്കില്ല. അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവളോടൊപ്പം ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് ചാരുവിനെ എല്ലാവരും കൂടി അപമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഹേമ ചാരുവിൻ്റെ കഴുത്തിന് പിടിച്ച് ശ്രേയയുടെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. എന്നിട്ട് കഴുത്തിന് പിടിച്ച് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചാരു നിലത്തേക്ക് പോയി വീഴുകയാണ്. ഇത്രയ്ക്ക് ധൈര്യമോടി എൻ്റെ മോൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി ഇവിടേക്ക് വരാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഹേമ ചാരുവിനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. എന്നിട്ട് അമ്മായി എന്ന് വിളിക്കാൻ വന്നിരിക്കുന്നു, ഇറങ്ങിപ്പോടി ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുകയാണ്. അപ്പോഴത്തേക്ക് അയൽവക്കത്തുള്ളവരെല്ലാം തന്നെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ചാരു പറയാണ്, അമ്മായി നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നു, എന്താടി നിനക്ക് നാണം വരുന്നുണ്ടോ? നിനക്ക് അപമാനമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ഇവിടെ നിന്നും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. അപ്പോൾ അരവിന്ദ് പറയണേ, ഇതിലും കൂടുതൽ അപമാനിക്കേണ്ട എന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ചാരുവിൻ്റെ ചെരുപ്പൊക്കെ തട്ടി കൊടുക്കുകയാണ്. ദാ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ചാരു ചെരുപ്പൊക്കെ ഇട്ട ശേഷം കരഞ്ഞുകൊണ്ടാണ് ശ്രേയയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ശ്രേയ ചാരു കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ ശ്രേയക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.